കിണാശ്ശേരി ബോംബ് സ്ഫോടനക്കേസിലെ പ്രതിയും നിരവധി പീഡനക്കേസിലെ ഒന്നാം പ്രതിയുമായ സൈക്കോ ഗിരിരാജൻ എന്ന പ്രതി ഇന്നലെ പൂച്ചമാന്തിക്കര ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ പ്രതി പാലക്കാട് ലക്ഷൻ കോളനി പ്രദേശത്ത് കടന്നിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. അതിനാൽ ലക്ഷൻ കോളനി നിവാസികളെ സംരക്ഷിക്കാൻ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഹലോ എടാ അളിയ, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലേ പുതിയൊരു ലോട്ടറിക്കാരി വന്നിട്ടുണ്ട്. ആള് സൂപ്പർ സാധന. നീ വരുന്നുണ്ടോ? ആടാ സൂപ്പറാടാ. ഓക്കെ. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి కుర్చీని మార్చబెట్టి എന്തായി കാര്യങ്ങള്? ഗിരിയണ്ണ TV ന്യൂസിൽ പറഞ്ഞു അണ്ണ ഇവിടുള്ള കാര്യം. ശരിയാണ്. നാട്ടുകാരെ അറിയും മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. പോടാ. ചേച്ചി എന്താ? എനിക്കൊരു ലോട്ടറി തരുമോ? ഒരു ലോട്ടറിക്ക് 40 രൂപയാണ്. എത്ര എണ്ണം വേണം നിനക്ക്? എന്റെ കയ്യിൽ പൈസ ഇല്ല. എനിക്ക് ലോട്ടറി അടിച്ച പകുതി പൈസ തരാം. ഈ ലോട്ടറി അടിച്ച നീ ആ പൈസക്ക് എന്ത് ചെയ്യും? അച്ഛന് കാല് മുറിഞ്ഞിരിക്കണം, പുതിയ കാല് വെക്കണം. അമ്മാവക്ക് കാഴ്ചയില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാഴ്ച കാണിക്കണം. അമ്മ ഞാൻ വളർന്നത് കാണണം. എന്റെ പെങ്ങള് ജോലിക്ക് പോകണം, ഓളെ ജോലി നിർത്തി സ്കൂളിൽ പഠിപ്പിക്കണം. നീ ആള് കൊള്ളാല്ല. എന്താ നിന്റെ പേര്? എന്റെ പേര് റാം. വീട്ടിലെല്ലാരും സേട്ടു എന്ന് വിളിക്കും. നല്ല പേര്. ഈ ലോട്ടറി മുഴുവനും നീ എടുത്തോ? വേണ്ട ചേച്ചി, എനിക്ക് ഒന്ന് മതി. താങ്ക്സ് ചേച്ചി. താങ്ക് യു.
1 2 3 4 5ാമത് പറഞ്ഞ പിടിക്കാവനെ നമ്മുടെ പദ്ധതിയൊക്കെ അവൻ അറിഞ്ഞു കഴിയണ്ട. എത്രയും പെട്ടെന്ന് ഇവന്ന് നമുക്ക് പോകണം. ഇവനെ രാത്രിയാവുമ്പോ മൃഗങ്ങൾ അങ്ങോട്ട് തിന്നോളും. അതാ സൈക്കോ ഗിരിരാജനെ പിടികൂടാനായി കേരള ക്രൈംബ്രാഞ്ച് നിയോഗിച്ച വനിതാ SI സേതുലക്ഷ്മി